മണി മാനേജ്മെന്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. സേവ് ചെയ്യുക അല്ലെങ്കിൽ പിശുക്കി ജീവിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള അവനവൻ്റെ സന്തോഷം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടുമോറോ. രത്തൻ ടാറ്റയ്ക്ക് BMW വന്നിട്ട് ഇറങ്ങിയിട്ട് വേണ്ട രത്തൻ ടാറ്റ എന്ന് കാണിക്കാനായിട്ട്. കാരണം രത്തൻ ടാറ്റ എന്നുള്ള പേരിന് തന്നെ ഉണ്ട്. സ്റ്റേറ്റസിന് വേണ്ടിയിട്ട് പ്രീമിയം കാർ വാങ്ങുന്ന ആൾക്കാരുടെ ആ ഒരു ഡിസിഷനെ കുറിച്ച് എന്താണ് നിഖിലിന് പറയാൻ? അത് നല്ലത് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഇത് റിക്വയർമെന്റ് ആണെങ്കിൽ ചെയ്തേ പറ്റൂ. പണമില്ലാത്തവൻ പിണം, ഇതും നമ്മുടെ ഇവിടെ എപ്പോഴും പറയുന്നതാണ്. പണത്തിൻ്റെതായ റെസ്പെക്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ ഇത് ഭയങ്കര ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യമാണോ അനാവശ്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിനാണെങ്കിൽ മാത്രം അവിടെ പൈസ ചെലവാക്കി അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇത് സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ. കെമിസ്ട്രി. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ എന്നോട് ചോദിക്കില്ലേ ഇവര് സക്സസ് ആയെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ കാണുന്ന ഓരോ സിഗ്നൽസിൽ ഒന്നാണ് സ്ത്രീകൾ ഫിനാൻസിൽ ഇൻവോൾവ് ആവാന്ന്. ഇൻകത്തിനേക്കാളും 50% EMI ഉണ്ടെങ്കിൽ യു ആർ എ ഡേഞ്ചർ. നമ്മുടെ ഇൻകം 1,50,000 EMI ഉണ്ടെങ്കിൽ യു ആർ എ ഡേഞ്ചർ സിറ്റുവേഷൻ. കുട്ടികളിലെ നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ് ഷുഡ് ബി കസ്റ്റമൈസ്ഡ്. ഡെഫിനറ്റ്ലി ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ഒരു ക്രെഡിബിലിറ്റി വേണം. ഈ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇതിനെങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം? അല്ല, ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക് സിമ്പിൾ സാധനം വെച്ചാൽ അറ്റ്മോസ്റ്റ് ഓണസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറയും നുണ പറയേണ്ടത് മാത്രം, നുണ പറയാണ്ടിരിക്കുന്നത് മാത്രമാണ് ഓണസ്റ്റി. നോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംതിങ് സ്പെഷ്യലിൽ ഇന്ന് എന്നോടൊപ്പമുള്ള വ്യക്തി നമ്മുടെ തിരക്കേറിയ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും നമ്മളൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു യാത്രയിലൂടെയാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്, ബെറ്റർ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി, നല്ല രീതിയിൽ എന്താ പറയുക പൈസ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ തിരക്കേറിയ നമ്മുടെ ഈ ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പൈസ സേവ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോഴൊക്കെ നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ടാവും. നമ്മൾ ഈ ചിലവാക്കുന്നതും നമ്മൾ സേവ് ചെയ്യുന്നതും കറക്റ്റാണോ? നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകളുണ്ടോ? നമ്മൾ എങ്ങനെ കറക്റ്റ് സേവ് ചെയ്യണം? ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. യെസ്, നമ്മുടെ ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട മണി മാനേജ്മെന്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇന്ന് എന്നോടൊപ്പം പെൻറ്റാഡ് സെക്യൂരിറ്റീസ് CEO മിസ്റ്റർ നിഖിൽ ഗോപാലകൃഷ്ണൻ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? ഇങ്ങനൊരു പൈസയെ കുറിച്ച് അല്ലെങ്കിൽ മണിയെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ആദ്യം തന്നെ ചോദിച്ചോട്ടെ, നമ്മൾ പണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ ഞാനൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്നുള്ളൊരിത് കേട്ടിട്ടുണ്ടാവുമല്ലോ താങ്കൾ, അല്ലേ? അതിനോട് ശരിക്കും യോജിക്കുന്നുണ്ടോ? എനിക്ക് ആ പരുന്തും പറക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ചിലർ പറയും പണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, ആറ്റിറ്റ്യൂഡ് എന്നാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്. പക്ഷേ പണത്തിന്റെ മേലെ പരുന്തിന് പറക്കണമെങ്കിൽ പറക്കാം, പറക്കണമെങ്കിൽ പറക്കണ്ട. ഇപ്പൊ എനിക്കൊക്കെ കുഞ്ഞിലെ തുടങ്ങിയിട്ട് ഈ ഒരു പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു ടൈപ്പാണെന്ന് പറഞ്ഞു. കാരണം എനിക്കൊക്കെ എപ്പോഴും പൈസനോട് എപ്പോഴും ബഹുമാനവും പേടിയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ എനിക്ക് പണം ചിലവാക്കുമ്പോൾ ഞാൻ അത്ര സൂക്ഷിച്ചൊക്കെ ചിലവാക്കിയിരുന്നതിന് കുഞ്ഞിലേ ഉള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് ഒരു വലിയ കാറിൽ കയറുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും, ഞാനൊരു 50 ലക്ഷത്തിന് 1 കോടി വേണ്ട കയറി നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കളിയൊക്കെ പറയും. ഞാനിപ്പോൾ എസ്പെഷ്യലി പുറം നാട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ റോൾസ് റോയ്സിൽ കയറിയാണ്. അപ്പോൾ ഞാൻ പറയും, അയ്യോ ഇത്രയും വിലയുള്ള സ്ഥലത്ത് ഞാൻ ചവിട്ടി നിൽക്കാനുള്ളത്. അവിടെ എല്ലായിടത്തും പൈസയാണ് താങ്കൾ കാണുന്നത് അല്ലേ? ആ മെറ്റീരിയലിനെക്കാട്ടുള്ള മെറ്റീരിയലിനുള്ള പൈസയാണ് താങ്കൾ കാണുന്നുണ്ടാവും ഒരു പക്ഷേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ടാവും. ഞാനപ്പോ എനിക്ക് ഇവൻ ചിലപ്പോൾ തന്നെ ഇപ്പൊ ഒരു വലിയ കാറ് ഒരു ഒരു BMW Audi പോലത്തെ കാറിലൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ഇത് കയറി ചവിട്ടി ഇത്ര രൂപയുടെ ഒരു സാധനമല്ലേ. അത് നമ്മൾ എസ്പെഷ്യലി നമുക്ക് കാല് ചവിട്ടാന്നൊക്കെ പറയും. ഇപ്പൊ നമുക്ക് നമ്മൾ കുഞ്ഞിലെ തുടങ്ങിയിട്ട് നമ്മൾ പഠിപ്പിനെയും പൈസനെയൊക്കെ ബഹുമാനിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി സരസ്വതി ആൻഡ് ലക്ഷ്മി ആ ഒരു ആംഗിളിൽ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഒരു പേപ്പറിൽ നമ്മൾ ഒരു സർവീസ് ചെയ്ത് വരുമ്പോൾ വണ്ടിയുമ്പോൾ പേപ്പർ ഇട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് ആ ചവിട്ടാൻ എന്ത് വിഷമം അറിയാം. ഞാനപ്പോ പേപ്പർ മാറ്റും അതിട്ട് എടുത്ത്. അപ്പൊ ഈ ഒരു സാധനത്തിന് നമ്മളപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്കൊരു പൈസനെ ഒരു പേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ആ തരം ഡയലോഗുകളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്
എനിക്ക് ഒരു എപ്പോഴും ഞാൻ എൻ്റെ മോളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടൈപ്പ് അതാണ്. അങ്ങനെ പണത്തിനെ പേടിക്കേണ്ട, പണം ഇസ് ലൈക്ക് ആഫ്റ്റർ ഓൾ ഇസ് എ ലക്ഷ്മി. ലക്ഷ്മി ഇസ് യുവർ അമ്മ, റൈറ്റ്? യു കൻ ഡു എനിത്തിങ് വിത്ത് ഹെർ. ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ബി റെസ്പെക്ട്ഫുൾ. ആ ഒരു കാര്യത്തോടെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഇത് നല്ലതാണ്. പരുന്തിന് ഇപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പറയിപ്പിക്കുന്ന കാര്യം വെച്ചാൽ പരുന്തിന് പറക്കാം, പറത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ റോൾസ് റോയ്സിലും BMW-യിലൊക്കെ കയറുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ കാറിനെ കാണുമ്പോൾ, കാറിനകത്ത് കയറി ഇരിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ പൈസേനെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിഖിലിനപ്പം ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, സ്വന്തമായിട്ട് വരുമാനം വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു കാർ വാങ്ങണം, പിന്നെ സ്വന്തമായിട്ടൊരു വീട് വേണം. ഇതൊക്കെ ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലുള്ള സ്വപ്നങ്ങളിൽ ആദ്യത്തെ വരുന്ന ഓരോ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിഖിലിനെ സംബന്ധിച്ച് ഒരു ഡ്രീം കാർ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അല്ല, ഡ്രീം ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഡ്രീം സത്യത്തിലില്ല. അപ്പൊ ഞാൻ ഇത്രയും കുറെ നാൾ ഉപയോഗിച്ചിരുന്ന ഹോണ്ട സിറ്റി ആയിരുന്നു. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അടുത്ത കാർ വാങ്ങുമ്പോഴും ഹോണ്ട സിറ്റി വാങ്ങുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം. ബിക്കോസ് എനിക്ക് ഒരു ഫാമിലി മെമ്പറെ പോലെ കാർ എന്ന് പറഞ്ഞത്. കാരണം ഐ തിങ്ക് വി സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ടുഗദർ ഇൻ ദ കാർ. അങ്ങനെ വരും. ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് അല്ലേ. അപ്പൊ ഞാൻ ഐ യൂസ്ഡ് ഫോർ ലോങ് ഇയേഴ്സ്. അത് കഴിഞ്ഞിട്ട് മാറ്റിയപ്പോഴാണെങ്കിലും ഞാനിപ്പോൾ അതും മാറ്റിയത് എൻ്റെ ഓഫീസിൽ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ നിർബന്ധം കൊണ്ടാണ് മാറ്റിയത്. അപ്പം അതും അവർ പോയിട്ടാണ് പറഞ്ഞത് ഈ കാറ് വാങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പുതിയ കാറ് വാങ്ങിയത്. അപ്പോൾ ആ കാറ് വാങ്ങിയപ്പോഴാണെന്നുണ്ടെങ്കിലും ഫോർ മീ ഇറ്റ്സ് ഓൺലി യൂസ്. ടൊയോട്ടയുടെ ഹൈ റൈഡർ എന്ന് പറഞ്ഞ കാറ്. ഈ ഹൈ റൈഡറിന് എനിക്കൊരു പണ്ട് ഞാനൊരിക്കലും ഇങ്ങനെ ഇതേമാതിരി വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈജു എസ് നായരായിട്ട് വർത്താനം പറയാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഹൈദ്രോസ് എന്ന് പറഞ്ഞത്. അപ്പൊ ആളെന്നെ കളിയാക്കെ, സ്വന്തം വണ്ടിയുടെ പേരറിയില്ല. അപ്പൊ അത് ശരിക്കും ഒരു എനിക്ക് പക്ഷെ ഈ കാർ ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടാ. കാരണം അത് ഞാനല്ല ചൂസ് ചെയ്ത്, ഇവര് ചൂസ് ചെയ്തതിന്റെ പേരിൽ. പക്ഷെ കാർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ. കാരണം ഞാൻ എപ്പോഴും ഈ കാർ ടൈപ്പ് ഉപയോഗിച്ചതിന്റെ പേരിൽ എനിക്ക് SUV ടൈപ്പിലേക്ക് മാറുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്റെ വിചാരിച്ചത് എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. ഇനി നേരെ തിരിച്ചു വരുമ്പോഴാണ് ആക്ച്വലി SUV ടൈപ്പിൽ നിന്ന് കാർ മോഡലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി വരിക. അതും ഇപ്പൊ ഇതാവുമ്പോ ഇത്തിരി പൊന്തിരിക്കുക. അപ്പൊ നൗ ഐ എം കംഫർട്ടബിൾ. എനിക്ക് ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വണ്ടി ഇടിക്കുവോ. ഇവൻ എന്റെ പാർക്കിംഗ് ബേസ്മെന്റിലേക്ക് അങ്ങനെയൊക്കെ പേടിയായിരുന്നു. അപ്പൊ എന്റെ പേര് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ഡു ദിസ്. ഇവൻ വീട്ടില് ഇന്നോവ ഉണ്ട്, അത് കുടിക്കാൻ എന്ത് പേടിയാന്ന് അറിയാം എനിക്ക്. ഇവൻ ശരിക്കും ഇവൻ പണ്ടാണെങ്കിലും ഹോണ്ട സിറ്റി എനിക്ക് ഉണ്ട് ഇപ്പോഴും. മറ്റുള്ളവരോ ഹോണ്ട സിറ്റി എനിക്ക് ഓടിക്കാൻ തരുമ്പോൾ എനിക്ക് പേടിയാണ്. എനിക്ക് പക്ഷെ ഞാൻ കാർ ഓടിക്കാനത്ര പറയണ എനിക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ പറയുന്ന ജോക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊരു ദിവസം പറഞ്ഞ് ഗുരുവായൂർ വന്നു പറഞ്ഞു. അപ്പം എന്നെ കൊണ്ട് ഓടിപ്പിക്കാനാണ് പോണത്. അപ്പോൾ ചേട്ടൻ അച്ഛനെ ചീത്ത പറയും, അവന് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നോവ എടുത്ത് ഓടിക്കണം. അപ്പോൾ ഞാൻ ശരിക്കും വീട്ടിൽ പറയാണ്ട് ഒരിക്കലും ഞാൻ ബോംബെന്ന് നാട്ടിലേക്ക് കാറിന് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ പറഞ്ഞിട്ടില്ല, കാരണം പറഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആണെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ ഇൻസിഡന്റ് അച്ഛൻ പറഞ്ഞതിനേക്കാളും 2 ആഴ്ച മുന്നേ ബോംബെന്ന് കാർ ഓടിച്ച് വന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഇപ്പൊ എസ്പെഷ്യലി വൈഫും മോളുമായിട്ടാണെങ്കിൽ ലോങ് റൈഡൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ബട്ട് അത് ആ കമ്പനിയിൽ അല്ലെങ്കിൽ ഐ ഡോണ്ട് റിയലി പ്രിഫർ. പക്ഷെ ഈ കാറിന്റെ കേസിൽ പറയണമെന്നുണ്ടെങ്കിൽ ഐ എം pretty comfortable with ഈ പറഞ്ഞ കാർ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡ്രീം ഒന്നുമില്ല. പക്ഷെ നാളെ മറ്റേ കാർ ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഞാൻ കംഫർട്ട് ആവും. അതല്ലാതെ ഇപ്പൊ മോളെപ്പോഴും പറയും വേറെ ഏതെങ്കിലും പ്രീമിയം കാറിലേക്ക് പോകണം എന്നുള്ളത്. പക്ഷെ എന്റെ ചോദ്യത്തില് ഞാൻ ഹാർഡ്ലി ആ ഒരു ഈവൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വായിച്ച ബുക്കുകളിലേയും കുഴപ്പമില്ല. ഇപ്പൊ അനാവശ്യമായിട്ട് പൈസ എന്തിനു ചെലവാക്കുന്നു. അത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ എൽഡേഴ്സ് ഇപ്പൊ കാരണന്മാരെ ഇപ്പൊ എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകണം, അതിനിപ്പോ ഞാൻ BMW കയറിയിരുന്നാലും ഞാൻ അവിടെ എത്തും, ഞാൻ മാരുതിയിൽ പോയാലും ഞാൻ അവിടെ എത്തും. എന്നെ സംബന്ധിച്ച് ഒരു അത്യാവശ്യം ഇരിക്കാൻ നല്ലൊരു കാറ് മതി, എനിക്കിപ്പോ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര പ്രീമിയം ആയിട്ടുള്ള കാറിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ മറ്റു ചില ആൾക്കാർ അവരുടെ ജോലി ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവാം. ആ സ്റ്റേറ്റസ് കാണിക്കാനായിട്ട് അവരുടെ പ്രൊഫൈലിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പക്ഷേ അവർക്ക് അതിനുള്ള ഇൻകം പോലും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഹാവിങ് സെഡ് ദാറ്റ് അത് അവർക്ക് ക്യാരി ചെയ്തേ പറ്റൂ. ആ ഒരു സ്റ്റേറ്റസിന്റെ ഭാഗമായിട്ട് ഒരു പ്രീമിയം കാറ്, നമ്മുടെ ഇവിടെ ചിലരുണ്ട് വന്നിറങ്ങിയ വണ്ടി ഏതാന്ന് നോക്കി ആൾക്കാർ അനലൈസ് ചെയ്യും അല്ലേ. വന്നത് റോൾസ് റോയ്സിലാണ് അല്ലെങ്കിൽ BM-ലാണ് അല്ലെങ്കിൽ ബെൻസിലാണ് വന്നതെന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു വാല്യൂ ആ സെയിം വ്യക്തി ഒരു സാധാരണ ഒരു ഓൾട്ടോയിലോ സാധാരണ ഒരു കാറിലോ വന്ന് ഇറങ്ങുമ്പം ഒരു ഹോട്ടലിൽ തന്നെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ,
അതിനെക്കുറിച്ച് അപ്പം ഇതെല്ലാം ഒരു പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രീമിയം കാറിലേക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഇത്രയും ഇതായിട്ടൊരു മണി മാനേജ്മെന്റിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പഠിച്ച് ഇന്ന് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കറക്റ്റ് എവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്റ്റേറ്റസിന് വേണ്ടിയിട്ട് പ്രീമിയം കാർ വാങ്ങുന്ന ആൾക്കാരുടെ ആ ഒരു ഡിസിഷനെ കുറിച്ച് എന്താണ് നിഖിലിന് പറയാനുള്ളത്? അത് നല്ലത് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വെച്ചാൽ ഇത് റിക്വയർമെന്റ് ആണെങ്കിൽ ചെയ്തേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ അത് ഡിമാൻഡ് ഡിമാൻഡ് ചെയ്തേ പറ്റൂ. just go for it. കാരണം ഇപ്പൊ ഞാനിപ്പോ പറയണത് ഇപ്പൊ ഒരു സിനിമ നടൻ ആള് ഇപ്പൊ ഞാൻ ഈ പറയുന്ന പോലത്തെ ഫിലോസഫി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്ക് അടുത്ത ടൈമിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. ഈ കാറിൽ ഇപ്പൊ ഞാൻ ഈ ചെല്ലണ പോലെ ഹോണ്ട സിറ്റി ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാൻ ഡിമാൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രൈസ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ഫണ്ട് റേസ് ചെയ്യാനാണ് നടക്കുന്നത്. ഇപ്പൊ എന്റെ ജോലിയിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും എന്നെ പോലത്തെ ഒരു പ്രൊഫൈലുള്ള ആൾക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയ കാർ വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ കസ്റ്റമറെ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ കാശ് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഐ തിങ്ക് ഇത് ഞാനൊരു ലോങ് റണ്ണിൽ ഞാൻ പഠിച്ചു വെച്ചേക്കണെങ്കിൽ ഞാൻ വെച്ചാൽ ഐ ഇൻവെസ്റ്റഡ് ലോട്ട് ഓൺ മൈ സരസ്വതി. എൻ്റെ ഇവൻ ഇപ്പോഴും ഇപ്പൊ എന്നോട് ആധികാരികമായിട്ട് പറയുന്നത് പറയുമ്പോൾ എനിക്ക് താണാവേ. കാരണം എനിക്കറിയാം എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള വിവരമായിട്ടില്ല എന്നുള്ളത്. കാരണം ഇതിലേക്ക് ഇറങ്ങി ചെല്ലും തോറും നമുക്ക് അത്രയും പഠിക്കാനുണ്ടെന്നേ. അത് താങ്കളുടെ സിംപ്ലിസിറ്റി കൊണ്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം വലുതാവും തോറും ഞാൻ എങ്ങും എത്തിയിട്ടില്ല, ഇനിയും എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് താങ്കളുടെ വലിയൊരു ഗ്രേറ്റ് മനസ്സിന്റെ കൊണ്ടാണ് അത് അങ്ങനെ തോന്നുന്നത്. അത്രയും പറയണ്ട. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫണ്ട് മാനേജേഴ്സിനെ കാണുമ്പോൾ ദ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ദേ ആർ ഗിവിംഗ് ടു ദ ഫീൽഡ് അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല. ഞാൻ ഇപ്പോൾ ശരിക്കും ചിലപ്പോൾ എനിക്ക് അവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലേക്ക് ഞാനത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ ഇപ്പോൾ ഇവൻ ഇത് തന്നെ നമ്മൾ സിനിമക്കാരെടുക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്സുകാരന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് ഫണ്ട് റേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ടീം മെമ്പേഴ്സിന് എംപ്ലോയീസിന് ഒരു പ്രൗഡ് ഫീലിംഗ് കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു വലിയ കാറൊക്കെ അവരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു റോൾ മോഡൽ ആവാനായിട്ട് ചിലപ്പോൾ ഇതെല്ലാനും വേണ്ട വരും. നമ്മളെ മറ്റുള്ളവർ റിസീവ് ചെയ്യുന്നത് വേറെ തന്നെ ലെവലിലായിരിക്കും അല്ലേ? നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വലിയൊരു വീടോ വലിയൊരു വണ്ടിയോ ഒരു ബ്രാൻഡഡ് വാച്ചുകൾ ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആയിക്കോട്ടെ, നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നതായിക്കോട്ടെ വേറെ തന്നെ രീതിയിലായിരിക്കും. എന്നാൽ നമ്മുടെ ഇതേ സൊസൈറ്റി തന്നെ നിഖിലിന് തോന്നിയിട്ടുണ്ടോ, ഇപ്പൊ ടാറ്റനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എത്രയോ വലിയ കോടീശ്വരന്മാർ അവർ വന്നിട്ട് ഒരു സാധാരണ അവരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ പ്രീമിയം കാറിലായിരിക്കാം. എന്നാൽ അവർ വന്നിറങ്ങുന്നത് ഒരു സാധാരണ കാറിലാണെങ്കിൽ നമ്മൾ പറയും നോക്കൂ എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ അല്ലേ, അദ്ദേഹത്തിന് ഇത്ര പൈസ ഉണ്ടായിട്ടും അദ്ദേഹം വന്ന് ഇറങ്ങുന്നത് കണ്ടോ, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ നമ്മൾ എങ്ങനെ അത് ആക്ച്വലി കാണേണ്ടത്? അല്ല അത് കാരണം വെച്ചല്ലേ നമ്മൾ ഇതിന്റെ ഇടയിലാണ് നമ്മളിപ്പോ ഒരു ഗ്രോത്തിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ സാധാരണ ഒപ്പം നിൽക്കുകയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണം. പക്ഷെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിംപ്ലിസിറ്റിക്ക് കഴിവ്. ഇപ്പൊ രത്തൻ ടാറ്റയ്ക്ക് BMW വന്നിട്ട് ഇറങ്ങിയിട്ട് വേണ്ട രത്തൻ ടാറ്റ എന്ന് കാണിക്കാനായിട്ട്. കാരണം രത്തൻ ടാറ്റ എന്നുള്ള പേരിന് തന്നെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബിർള ഗ്രൂപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ അവരായി. അപ്പോൾ നമ്മൾ ആ സെർട്ടൺ ലെവലിൽ ആവുന്ന ടൈമിൽ അവരെ നമ്മൾ കാണുന്നത് അവരുടെ മുഖത്തോ അവരുടെ പേരിലാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ കയറി വരുന്ന ഒരാൾ ഇപ്പോൾ യൂസഫ് അലി സാറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തിനെ ഇപ്പൊ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ചെറിയ കാറിൽ ഇറങ്ങി കഴിഞ്ഞാൽ വി ആർ ഓക്കെ. പക്ഷേ ഇവിടെ ലുലുമാളൊക്കെ വരുന്നേക്കാളും മുന്നാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര കാശുകാരനാണെങ്കിലും ഇവിടെ നമ്മൾ ഒരു കല്യാണത്തിന് വരുമ്പോൾ ഹോണ്ട സിറ്റിയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വി വോണ്ട് ഗിവ് ദ റെസ്പെക്ട്. അപ്പോൾ പിന്നെ അതിനേക്കാളും ഉപരി നമുക്കൊരു സ്ഥാപനമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വി ഫോഴ്സ് ടു പ്ലേ റോൾ മോഡൽ റോൾ. അപ്പൊ ഇതിനെല്ലാത്തിനും വേണ്ട കാര്യത്തുള്ളൂ, കയ്യിൽ നിന്ന് വിട്ട് കളിക്കരുത്. പണമില്ലാത്തവൻ പിണം, ഇതും നമ്മുടെ ഇവിടെ എപ്പോഴും പറയുന്നതാണ്. കാരണം നമ്മളെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ കുടുംബത്തിന്റെ പേര് പറയുമ്പോൾ ആ കുടുംബത്തിൽ നിന്നൊരാളാണ്, അവരല്പം വെൽത്ത് വൈസ് അല്പം ഇതാണേലും ആ കുടുംബത്തിലെ ഒരാളെന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മൾ കല്യാണം ആലോചിക്കുമ്പോൾ പോലും കുടുംബ മഹിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അതുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുടുംബത്തിനകത്ത് പൈസ ഇല്ലെങ്കിൽ, പണ്ടത്തെ വലിയ കുടുംബമാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും ഇന്ന് അവർക്ക് ആവശ്യത്തിന് വെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നിപ്പോൾ അത്രയും റെസ്പെക്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പണത്തിൻ്റെതായ റെസ്പെക്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ ഇത് ഭയങ്കര ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾ പ്രേമിക്കുന്നത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കതും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരെ പ്രേമിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ എസ്പെഷ്യലി 4ാം ക്ലാസ് വരെയും ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ കോൺവെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചത്. എൻ്റെ കോൺവെന്റ് സ്കൂളിലാണെങ്കിലും
ചന്തയിൽ പണിയെടുക്കുന്ന ആളുടെ മകനും നമ്മുടെ ഒപ്പം പഠിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ മോനും നമ്മുടെ ഒപ്പം പഠിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഏത് സ്കൂൾ നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ അറിയാം, ഞാൻ പേരുകൾ പറയുന്നില്ല, ഇന്ന സ്കൂളാണെങ്കിൽ നമുക്കറിയാം ഏത് സ്റ്റാറ്റസ് ഓഫ് ആൾക്കാരാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ സ്റ്റാറ്റസിലുള്ള ആൾക്കാരുടെ മാത്രമേ കളിക്കുന്നുള്ളൂ. ഇത് അറിയാതെ ആ ഒരു സെഗ്മെന്റേഷൻ വന്നു. നമ്മൾ ജാതിയും മതവും പറയണ പോലെ തന്നെ ഇവിടെ ക്ലാസിഫൈ ചെയ്യാണ് സൊസൈറ്റിയിലുള്ള ആൾക്കാരെ. നടന്നു കഴിഞ്ഞു. ഇപ്പൊ ചിലപ്പോ ഇവൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എനിക്ക് മക്കളുടെ ഏകത്തിൽ എൻ്റെ മോളുടെ ഏകത്തിൽ എനിക്ക് എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇവർ ആ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് മാത്രമാണ് സൊസൈറ്റിയിൽ ഉള്ളൂ എന്ന് വിചാരിച്ചു പോകും. ഈ ഒരു സ്റ്റാറ്റസ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇനി ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇതിന് അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഈവൻ എനിക്ക് പണ്ട് ഞാൻ റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ആകെ അറിഞ്ഞിരുന്നത് എംപ്ലോയി മൈൻഡ് സെറ്റ് മാത്രമുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് 2008 വലിയ ഗ്ലോബൽ റിസഷൻ ഉണ്ടായ ടൈമാണ്. എനിക്കൊക്കെ അവിടെ ജോലിയും കിട്ടിയിട്ടുണ്ട്, ആ ടൈമിൽ സാലറി ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2008 എന്ത് സംഭവിച്ചത് എനിക്കറിയില്ല. ജോലി പോയവരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ പറഞ്ഞു റോയിറ്റേഴ്സിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം വി വെയർ മാർക്കറ്റ് ഡാറ്റ പ്രൊവൈഡേഴ്സ്. മാർക്കറ്റ് മുകളിൽ പോലും താഴെ പോലും ഡാറ്റ വേണം. അപ്പോൾ അവിടെയും ഞങ്ങളുടെ സാലറി ഹൈക്കിനൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ടൈമിൽ താങ്ക്ഫുള്ളി എനിക്ക് പ്രൊമോഷൻ കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് അത്രയധികം എഫക്ട് ഞാൻ കണ്ടിട്ടില്ല ഫിസിക്കലി. ശരിക്കും പറഞ്ഞാൽ അന്നും ഞാൻ SIP മുടക്കിയിട്ട് പോലില്ല. കാരണം എനിക്ക് ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റായി. അപ്പോൾ എനിക്ക് സംഭവിച്ച കാര്യം 2008 കഴിഞ്ഞ് 2012 ഒക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ടൈമിൽ ഐ മേഡ് ഡീസൻറ്റ് മണി ഫ്രം ദാറ്റ്. ഈവൻ ഞാനിപ്പോൾ ബ്രോക്കിംഗ് ബിസിനസ് തുടങ്ങി ഞാൻ തുടങ്ങുമ്പോൾ 2008 അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവണം. അന്ന് ഞാനത് ശരിക്കും അത് മനസ്സിലാക്കിയില്ല എത്രത്തോളം അത് നമ്മളെ എഫക്ട് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നതിന്റെ പേര് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ പെൻഡാഡിൽ വന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഇപ്പോൾ കാരണം ഞാൻ ഇപ്പോഴും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളാണ്. കാരണം ഞാൻ റോയിറ്റേഴ്സിൽ നിന്ന് വന്ന കാരണം ഞാൻ 10 കൊല്ലം അവിടെ വർക്ക് ചെയ്തത്. സോ സ്റ്റിൽ ഐ കംപ്ലീറ്റ്ലി ഗോ വിത്ത് എംപ്ലോയി മൈൻഡ് സെറ്റ്. അപ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സ് എന്നെ കാണുന്നത് ഞാൻ കമ്പനി റൺ ചെയ്യണ കമ്പനിയുടെ എന്താ പറയുക CEO എന്തെങ്കിലുമൊക്കെ കാണുന്നത്. അപ്പോൾ അവർ വേറെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഞാൻ അവരെ വണ്ണമംഗതമാണ് ഈ പറഞ്ഞ. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഈ പറഞ്ഞ. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുറ്റുപാടിൽ എങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കാശിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ ഞാൻ എത്ര ടൈം ഞാൻ എന്നേക്കാളും താഴെയുള്ളവരെ പിടിച്ച് മോളിൽ കയറ്റി ഞാൻ കൊണ്ടുപോകും. നമ്മുടെ ഫ്രണ്ട്സിനെ നോക്കണേ, നമ്മൾ എപ്പോഴും പറയില്ലേ നമ്മുടെ ആവറേജ് 5 ഫ്രണ്ട്സാണ് നമ്മുടെ ഇൻകം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് അത് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ നടക്കാൻ പോകണുള്ളൂ. ഇനി എന്ത് പറഞ്ഞാലും അതിൽ നിന്ന് കുറച്ച് പേര് 1% അല്ലെങ്കിൽ 0.1% ചിലപ്പോൾ മാറി ചിന്തിക്കും. അതേ ഉണ്ടാവാൻ പോകണുള്ളൂ. അപ്പോൾ അതിനെ തരം നോക്കി സൊസൈറ്റിയിൽ ജീവിക്കാനേ നമുക്കുള്ളൂ. റിയാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ ഇത്രയും നന്നായിട്ട് ഫിനാൻസിനെ കുറിച്ച് പഠിച്ചു, എന്നിട്ട് ഇത്രയും നന്നായിട്ട് കറക്റ്റായിട്ട് എങ്ങനെ പൈസ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചോട്ടെ. നിഖിലിനെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രിഫറൻസ് ഹെൽത്ത് ആണോ വെൽത്ത് ആണോ? ഹെൽത്ത്, നോ ഡൗട്ട്. അതിൽ ഇനി എനിക്കിപ്പോൾ ശരിക്കും അറിയാം. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഒരു 40-44 വയസ്സാകുമ്പോൾ എനിക്കിപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ കാല് പൊന്തിക്കാൻ പറ്റില്ല. പണ്ട് നമ്മൾ കളരിക്ക് പോയിരുന്ന ടൈമിൽ ഞാൻ 2 വർഷം ഒന്ന് കളരി പ്രാക്ടീസ് ചെയ്തു. ഞാൻ വലിയ കളരിയൊന്നുമല്ല. അപ്പോൾ അന്ന് നമുക്ക് കാല് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടേക്ക് അടിക്കാൻ പറ്റും. ഇവിടെ കാലിപ്പോൾ എത്തണില്ല. അപ്പോൾ സോ നൗ ഐ റിയലൈസ് ദാറ്റ് ഓക്കെ, അതിനർത്ഥം ഹെൽത്ത് ഈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈച്ച് ടൈം ഞാൻ പലരും സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ വിളിക്കുന്ന ടൈമിൽ ഞാൻ ചിലതൊക്കെ 2 മാസം മുന്നേ പറയുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്രാവശ്യം പോകുന്ന ടൈമിൽ ടീഷർട്ട് ഇട്ട് പോകണം, വയറ് കുറച്ചിട്ട് പോകണത്. എന്നിട്ട് 2 മാസത്തോളം ടീഷർട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ നിർത്തി ഞാൻ ടീഷർട്ട് ഇട്ടിട്ട് പോകുക ഒന്ന് നാളെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് ടു ഗീവ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കാരണവന്മാർ പറഞ്ഞ പോലെ ചുമരുണ്ടെങ്കിലല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രായം എത്തി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഹെൽത്തിലേക്ക് മാറുന്നു എന്നാണ്. ഇപ്പം ഈയിടെ ഭയങ്കരമായിട്ടും വൈറലായ നമ്മുടെ ഒരു സെലിബ്രിറ്റി ഒരു പോസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. അതാരാന്ന് ഞാൻ പറയുന്നില്ല. അവരിട്ടെന്തെന്ന് വെച്ചാൽ പൈസയ്ക്ക് പൈസ തന്നെ വേണം. അപ്പം പൈസയുടെ മേളിൽ നമുക്ക് സന്തോഷം കിട്ടും, പൈസ ഇല്ലാതെ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞതിൽ കാര്യമില്ല. പൈസയ്ക്ക് കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ അന്ന് അവർ ഇട്ട പോസ്റ്റിനടിയിൽ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തതിൽ യെസ് യു ആർ ട്രൂ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിൽ വന്ന് കമൻറ്റ് ചെയ്തതും ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെയാണ്.
അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു സർജറിക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ കയറ്റിയിരിക്കുന്നു. അവിടെ അച്ഛനും അമ്മയുടെയും കയ്യിൽ പൈസയില്ല. അവരുടെ അടുത്ത് അവർക്ക് പൈസ തന്നെയാണ് അപ്പം മുഖ്യം. അവരുടെ അടുത്ത് വേറെ എന്ത് പറഞ്ഞാലും അവർക്ക് പൈസയാണ് അതിന് വേണ്ടത്. അതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവിടെ പ്രയോറിറ്റി പൈസ തന്നെയാണ്. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും, കാരണം നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ നമ്മുടെ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ സയൻസ് ഡെവലപ്പ് ചെയ്തതനുസരിച്ച് നമുക്ക് ഒരുപാട് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ പോയിട്ടാണെങ്കിലും നമ്മൾ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ പൈസ തന്നെയല്ലേ ബാലൻസ് അല്ലേ ശരിക്കും പറഞ്ഞു. നമുക്ക് പൈസ എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പൈസ ഉണ്ടാക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ഇത് ഏറ്റവും സിമ്പിൾ സാധനം. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ മരിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, എന്ത് കാര്യമുണ്ട് ഇതുണ്ടായിട്ട്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് അല്ലേ നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ പൈസ മൊത്തം കളഞ്ഞിട്ട് ഹെൽത്ത് നോക്കാന്നല്ല പറയുന്നത്. ഇതെപ്പോഴും നമുക്ക് മനുഷ്യന്മാർക്ക് പറ്റുന്ന കാര്യം വെച്ചാൽ ഒരു ബാലൻസിങ് ആക്ട് എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാർക്കും ഇല്ല. ഇപ്പൊ ഞാനിപ്പോ പലപ്പോഴും വർത്താനം പറയുമ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ സേവ് ചെയ്യാനേ മാത്രം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ സേവ് ചെയ്യുക അല്ലെങ്കിൽ പിശുക്കി ജീവിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അവനവന്റെ സന്തോഷം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടുമോറോ. ഇപ്പോൾ എൻ്റെ ഫാദറിനോട് അച്ഛന് ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ ടൈമിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഗോപാലകൃഷ്ണൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ എ ഹാർട്ട് പേഷ്യന്റ് എന്നുള്ളതിനെ കുറിച്ച്. പ്രസന്റിൽ ജീവിക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും ഫ്യൂച്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം. മനസ്സിലാവും. അവരുടെ പ്രസന്റ് ജീവിക്കാതെ ഫ്യൂച്ചർ മാത്രമായി കഴിഞ്ഞാൽ ആങ്സൈറ്റി എടുത്തിട്ട് നമ്മൾ ഒരു വഴിക്കാവില്ലേ. അപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യം ഇപ്പൊ പലപ്പോഴും ഇപ്പൊ എനിക്കൊക്കെ ഓഫീസിൽ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഞാൻ നോക്കാറുള്ള കാര്യം വെച്ചാൽ എങ്ങനെ അവരുടെ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് വരണം. ഇപ്പോൾ ചില ടൈമിലൊക്കെ ഞാൻ ഇന്നും കൂടി ഞാൻ വരുന്ന ടൈമിൽ ഞാനൊരു ബ്ലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് ഐ ഹാഡ് എ ടോക്ക് വിത്ത് സമൺ 1 lakh rupees ശമ്പളം, അവർ 15,000 രൂപയ്ക്കാണ് ജീവിക്കുന്നത്. ബാക്കി പൈസ മൊത്തം കടം വീട്ടാനും പണ്ടത്തെ കടമുണ്ട്, പിന്നെ ഇനി പുതിയ വീട് വാങ്ങാനും വേണ്ടിയിട്ട് സേവ് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം തന്നെ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 30,000 രൂപയ്ക്കെങ്കിലും ജീവിക്കുക. ബിക്കോസ് യു ഡിസേർവ് ദാറ്റ്. കാരണം ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, ഇവരെ ഇങ്ങനെ പിശുക്കി വെച്ചിട്ട് ഇത് കാര്യമുണ്ട്. അപ്പം ഞാനത് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത്, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് നിങ്ങളൊന്ന് ചെലവ് ചെയ്യും ഇത്രയും പൈസ. കാരണം അത്രയും പിശുക്കി ജീവിക്കേണ്ട കാര്യമില്ല അവർ. ചില ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇത് പലപ്പോഴും ഭയങ്കര പിശുക്കുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്നറിയോ, നമ്മൾ എന്താ പറയുക, തമാശയ്ക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭത്തിൽ പറമ്പൊക്കെ വാങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല അട്ടപ്പാടിയിലൊക്കെ പോയിട്ട് വാങ്ങാം. ഓക്കെ, നമുക്ക് അട്ടപ്പാടിയിൽ 1 ഏക്കർ പറമ്പിട്ടിട്ട് വല്ല കാര്യമുണ്ട്. നമുക്കിപ്പോൾ എറണാകുളത്തല്ലേ വേണ്ടത്. അപ്പൊ ചീപ്പസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ബെറ്റർ ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഇതിന് നമുക്കൊരു ബാലൻസ് ഉണ്ട് ഈ പറഞ്ഞ സാധനത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട്. അപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, സി യുവർ വൈഫ് ഡിസേർവ് മച്ച് മോർ, യുവർ കിഡ് ഡിസേർവ് മച്ച് മോർ, നമുക്കും ജീവിതം ഒന്നേ ഉള്ളൂ. നമുക്കും ജീവിതം. എന്നിട്ട് ഞാനത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ പേടിച്ചില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയുടെ പണ്ടത്തെ അവസ്ഥയിലേക്ക് വരുന്ന പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തു, ഈ മാതിരി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മാതിരി നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ മാതിരി നിങ്ങൾ ഒരു റിസർവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വോണ്ട് ഹാവ് ദിസ് പ്രോബ്ലം. ചില ആൾക്കാർ പിശുക്കി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കില്ല, എന്നിട്ട് പണി കിട്ടുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ആവശ്യമുണ്ടെന്നേ, ഒരു പ്രൊട്ടക്ഷൻ ഇത്ര ചിലവ് വേണം. നമ്മൾ പറയുന്നത് പൈസ സേവ് ചെയ്യാൻ വേണ്ടി ഹെൽമെറ്റ് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റേസിങ്ങിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവൻ നേരത്തെ കാറ് പറഞ്ഞതാണ്, ഇഫ് യു ലക്ഷറി കാർ വാങ്ങുമ്പോൾ ഇറ്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് സെക്യൂരിറ്റീസ് ഓൾസോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൊച്ചക്കാരനോടാണ് നിങ്ങൾ ഈ ബെൻസ് ഒന്നും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ you won't get the same security from Honda City. ഈ പറഞ്ഞ സാധനം. അപ്പോൾ സോ ആ ലെവൽ ഉയർന്ന ടൈമിൽ there is upgradation needed. നമ്മൾ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒരു ബാലൻസ് ഡയറ്റ് എടുക്കണം എന്ന് പറയും. ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് ബാലൻസ് ഡയറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഈ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇതിനെങ്ങനെ കറക്റ്റായിട്ട് നമുക്കപ്പോൾ ബാലൻസ് ചെയ്യാം? അല്ല, ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക് സിമ്പിൾ സാധനം വെച്ചാൽ അറ്റ്മോസ്റ്റ് ഓണസ്റ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പറയും നുണ പറയേണ്ടത് മാത്രം, നുണ പറയാണ്ടിരിക്കുന്നത് മാത്രമാണ് ഓണസ്റ്റി. നോ, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഓരോരുത്തരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അഫോർഡബിലിറ്റിക്ക് മേലെയുള്ള ഒരു ഷർട്ട് ഇട്ടാൽ പോലും അത് ഡിസോണസ്റ്റിയാണ്. ഇപ്പോൾ എൻ്റെ ബഡ്ജറ്റിന് ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഐ എം ഓണസ്റ്റ്. ഇത് ചിലപ്പോൾ ഇത് ഇത്തിരി ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടിയ കാശായിരിക്കും, പക്ഷേ ഈ ഡ്രസ്സിംഗ് ഇട്ടില്ലെങ്കിൽ എനിക്ക് കംഫർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇതിനേക്കാളും വില കൂടിയ ബ്രാൻഡുകൾ ഉണ്ടെന്ന്. അപ്പോൾ ആ ബ്രാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ഓണസ്റ്റി കുറവാണ്. ഇനി ഈ വാച്ച് വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഈ വാച്ച് ചിലപ്പോൾ നോക്കണമെങ്കിൽ ഓർഡിനറിക്കാളും കൂട്ട് പൈസ ഉള്ളതായിരിക്കും, പക്ഷേ എനിക്കിത് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കംഫർട്ടബിൾ ദിസ് വൺ. ഇതിനേക്കാളും വലിയ വാച്ച് ഉണ്ട്. പക്ഷെ നമുക്ക് സമയം നോക്കണം, നമുക്ക് കാര്യം അറിയണം, അതിന് നമുക്ക്. അപ്പോൾ ആ ഒരു
ബാലൻസിലേക്ക് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സാലറി ആണെങ്കിലും ഇൻകം ആണെങ്കിലും നമുക്ക് ഒരു മാസം എത്രയാണ് ഇൻകം നമ്മൾ നിശ്ചയിക്കുക. അതാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 50,000 അല്ല 1,00,000 രൂപ മാസം സാലറി ഉള്ള ആൾ അല്ല 50,000 ആണെങ്കിൽ എങ്ങനെ കറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എത്ര പോകണം, ചെലവാക്കേണ്ടത് എത്ര, നമ്മുടെ ബാക്കി ചില കടവും കൂടി ഉള്ളതാണെങ്കിൽ എങ്ങനെ നമ്മളത് കറക്റ്റ് ആയിട്ട് ഇത് ബാലൻസ് ചെയ്യേണ്ടത്? തീരായിട്ട് നമുക്ക് പറയാം 50-30-20 എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതിലും എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. കാരണം ഞാൻ പ്രാക്ടിക്കൽ ആൾക്കാരുടെ വിഷമങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അതൊന്നും തിയറി ഉള്ളൂ, നടക്കില്ല. അപ്പോൾ അതിന് നമ്മൾക്കിപ്പോൾ ഒന്നാമത്തെ കാര്യം കടമുള്ളതാണെങ്കിൽ കടത്തിന് കൺട്രോൾ ആക്കുന്നുള്ളൂ. കടമുള്ളതാണെന്നുണ്ടെങ്കിൽ EMI പോകാൻ ലിങ്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് ഉറപ്പിക്കാന്നുള്ള ഏറ്റവും വലിയ കാര്യം. ഈ കടമുള്ള ആളെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എത്ര EMI ഉണ്ട് നോക്കാം. പിന്നെ ഈ കടങ്ങളിൽ എന്തെങ്കിലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. അതിൽ കുറച്ച് പസിൽസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് നോക്കാം. അതിന് തന്നെ കടത്തിനെ ഫേസ് ചെയ്യാന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. ഫസ്റ്റ് പ്രയോറിറ്റി അത് നമ്മൾ കൊടുക്കേണ്ട കടത്തിന് നോ ഡൗട്ട്. അപ്പോൾ കടമുണ്ട് നിശ്ചയിക്കണം നമ്മളെ ഇൻകം എത്ര വേണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് 90,000 രൂപ മാസം EMI-യും 60,000 ഇൻകം ഉള്ളെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 90,000 ഇൻകം എന്നുണ്ടെങ്കിൽ EMI എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഇതിൽ നിന്ന് വല്ലതും കളയാൻ പറ്റുമോ? ഇപ്പൊ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഈ കുരങ്ങനെ പറ്റി പറയൂലേ, നമ്മൾ കുപ്പി വെച്ചിട്ട് അതിൽ പഴം വെച്ച് കഴിഞ്ഞാൽ കുരങ്ങനെ പിടിക്കാന്നുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ പഴം പിടില്ല. അപ്പൊ ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കടം പറ്റാത്തുണ്ടെങ്കിൽ ആ ഗോൾഡ് ലോൺ അങ്ങോട്ട് വിറ്റുകളാ, അപ്പൊ കടം കഴിഞ്ഞില്ലേ. അപ്പൊ ഈ സാധനം കടത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് സെന്റിമെന്റ്സിന്റെ പേരിൽ കുറെ സാധനം എടുത്തു വെച്ചിട്ടുണ്ടാവും. നമുക്ക് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ വിൽക്ക്, അപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഭാരം ഒഴിഞ്ഞു. ഇതിന് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാനുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞിട്ട് പകുതിയെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ സാധനം. അപ്പൊ ഇതിന് ഒന്ന് കടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം ഇപ്പോൾ ഉള്ള കടത്തിൽ നിന്ന് വല്ലതും കുറച്ചിട്ട് നമ്മുടെ ഇൻകത്തേക്കാളും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. ഇൻകത്തിനേക്കാളും 50% EMI ഉണ്ടെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. നമ്മുടെ ഇൻകം 1,50,000 50,000 EMI ഉണ്ടെങ്കിൽ യു ആർ ഇൻ എ ഡേഞ്ചർ സിറ്റുവേഷൻ. ഈവൻ EMI ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. കാരണം നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവാത്ത കുറേ സാധനങ്ങളുണ്ട്. ഒന്ന് കുറി ഉണ്ടാവും. ഈ കുറിക്ക് 2 പേരുണ്ട്. അപ്പോൾ ആൾക്കാരൊരു ചിട്ടി എന്നൊക്കെ നടന്നു. ഇതൊന്നല്ല, കുറി വിളിച്ചെടുത്താൽ അതിൻ്റെ പേര് ലോണാണ്. കുറി വിളിച്ചെടുത്താൽ പിന്നെ ലോണല്ലേ അത്. ഇത് പലർക്കും അത് മനസ്സിലാവാത്ത കാര്യമാണ്. അവരാണ് കുറിയല്ലേന്ന്. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ആ കുറിക്ക് ചിട്ടിക്ക് അടയ്ക്കണ പൈസ അടക്കം EMI ആണ്. ഇനി ഗോൾഡ് ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ് ലോൺ എല്ലാ വർഷവും പുതുക്കിയാൽ മതി. അപ്പൊ നമ്മൾ വിചാരിക്കണ കാര്യം അത് നമ്മുടെ ലോണിൽ പെട്ടല്ല എന്നുള്ളതാണ്. ഗോൾഡ് ലോൺ നമ്മൾ 10 ലക്ഷം രൂപ ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കണമെങ്കിൽ മാസം 1 ലക്ഷം അല്ലെങ്കിൽ 80,000 രൂപ അടയ്ക്കണ്ടേ. അപ്പൊ അതും 80,000 EMI അല്ലേ. ഇനി അത് വേണ്ട, എനിക്ക് 2 കൊല്ലത്തിൽ 1 കൊല്ലത്തിൽ വേണ്ട 5 കൊല്ലത്തിൽ അടച്ചാൽ മതി. അപ്പൊ 5 കൊല്ലത്തിൽ എത്രയാണോ EMI എന്ന് കണക്കാക്കിയിട്ട് ആ EMI നമ്മുടെ EMI കൂട്ടണ്ടേ. അങ്ങനെ കൂട്ടാനാണ് പറഞ്ഞേക്കണത്. അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞു എനിക്ക് ഹോം ലോൺ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് ഗോൾഡ് ലോണും കുറിയും എൻ്റെ അമ്മാവൻ്റെ കടം വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഈ പറഞ്ഞ എല്ലാ കടവും കൂടി നമ്മൾ നോക്കണം EMI എത്രയാണെന്നുള്ളത്. ഇതിൽ ഭയങ്കര വി നീഡ് ടു ഇൻവോൾവ് എ ലോട്ട്. ചില ആൾക്കാർ ഒരുപാട് ബാധ്യത ഉണ്ടാവും. ചിലപ്പോൾ അച്ഛനായിട്ട് വരുത്തി വെച്ച ബാധ്യതകൾ ഉണ്ടാവാം. അങ്ങനെ കുടുംബത്തിൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നിരിക്കുന്ന ബാധ്യതകൾ ഉണ്ടാവാം. ചില ആൾക്കാർ ആ ബാധ്യതകൾ കഷ്ടപ്പെട്ട് 24/7 അവർ വർക്ക് ചെയ്യും, പൈസ ഉണ്ടാക്കും. പക്ഷെ അടയ്ക്കേണ്ട പൈസ അവർക്ക് ജീവിക്കാൻ പോലും മതിയാവുന്നില്ല. കിട്ടണത് ഫുൾ അങ്ങനെ കൊണ്ടേ കടത്തിലേക്ക് അടയ്ക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ ഒരു സുപ്രഭാതത്തിൽ അവർക്ക് എന്തെങ്കിലും വന്ന് അവർ മരിക്കും. അപ്പോൾ അവർ ജീവിക്കുന്നതേ ഇല്ല. ജീവിച്ചിരുന്ന സമയം ഫുൾ അവർ ഈ കടങ്ങൾ നികത്താനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നല്ലൊരു പ്രവണതയാണോ? അങ്ങനെ ചെയ്യണ ഒരിക്കലും അത് ഭയങ്കര ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാന്നുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടുകാരുടെ കടം ഏറ്റെടുത്ത് എന്തായാലും അത് പിന്നെ നമ്മുടെ കടമാണ്. അല്ലാണ്ട് അച്ഛൻ്റെ കടമെന്ന് പറഞ്ഞിട്ട് ഡോണ്ട് ബിക്കം ദാറ്റ് എന്താ പറയുക, മറ്റേ സാക്രിഫിഷ്യൽ ഗോട്ടിൻ്റെ ഒരു പട്ടം നമ്മൾ സ്വീകരിക്കല്ലേ. അങ്ങനെ അച്ഛൻ്റെ കടം സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ കാരണം യു ആർ നോട്ട് ഓണിങ് ദാറ്റ്. സീ, അച്ഛൻ്റെ കടം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് വേണ്ടി ചെയ്യുന്ന ഫേവറാണ്. ഐ എം നോട്ട് ഓണിങ് ദാറ്റ്. വൺസ് യു ആക്സെപ്റ്റഡ് ഇറ്റ്സ് യുവർ കടം. അല്ലെങ്കിൽ കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടാൻ തോന്നണ്ടല്ലോ. ഇത് അച്ഛൻ്റെ കടം കുടുംബത്തിന് വേണ്ടി വാങ്ങി വെച്ച കാര്യം എന്ന് വെച്ചാൽ പിന്നെ അവൻ വീട്ടിലും പറഞ്ഞതാണ് ഞാൻ കുടുംബത്തിന് വേണ്ടി ഇതെല്ലാം വാങ്ങി വെച്ചു. ഹി വോണ്ട് ആക്സെപ്റ്റ് ദാറ്റ് കടം. മാനസികമായിട്ട് ഒരു ബർഡനായിട്ട് വെച്ചേക്കണതാ. ഹീ ഈസ് നോട്ട് ടേക്കൺ ഇറ്റ് ഓവർ. സി, ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈഫിൻ്റെ വീട്ടിൽ അച്ഛനോട് പറയാൻ പറ്റുമോ ഈ പെണ്ണ് മോശമാണെന്ന് പറഞ്ഞിട്ട്? മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്നും പിന്നെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് യുവർ ഓൺ. അതേമാതിരി ഹസ്ബൻഡിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇയാൾ മോശമാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്ത് പോകുന്നേ. അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് ഇറ്റ്സ് യുവേഴ്സ്, യു ആർ റെസ്പോൺസിബിൾ. ഇത് കടവും അത് തന്നെയാണ്, ഇറ്റ്സ് യുവേഴ്സ്. അത് വീട്ടാനായിട്ട് ഇൻകം കൂട്ട്, അത് വീട്ടാനായിട്ട് ഉള്ളത് എന്തെങ്കിലും എടുത്ത് അച്ഛൻ്റെ കടം എടുത്ത് വെച്ചു. അച്ഛന് ചിലപ്പോൾ പറമ്പുണ്ടാവും,
ആ പറമ്പിന് വേണ്ട ലോൺ എടുത്തേക്കണത്. അച്ഛൻ്റെ പറമ്പല്ലേ, ആ പറമ്പ് കൊണ്ട് വിൽക്ക്, പരിപാടി ഇരുന്നില്ലേ. ഇത്ര വലിയ വിഷമമാണെന്നുണ്ടെങ്കിൽ അച്ഛനുണ്ടാക്കിയ പറമ്പല്ലേ. അല്ല, ഞാൻ ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത്, നമ്മുടെ കടവുണ്ടെന്നുള്ളത്, ആ അക്സെപ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.